കേരളം ഒരു ചരിത്രപരമായ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണല്ലോ. ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഇലക്ഷനിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നീണ്ട 10 വർഷക്കാലം തുടർച്ചയായിട്ടൊരു ഭരണം LDFന് അധികാരത്തിലേറാൻ കഴിഞ്ഞു. അപ്പം ഒരു മന്ത്രി എന്ന നിലയിൽ മുൻ ഗതാഗത മന്ത്രി ജലസേന വകുപ്പൊക്കെ കൈകാര്യം ചെയ്തതാണ്. അപ്പം ഈ ഒരു ഇലക്ഷനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതുവരെയുള്ള തിരുവല്ലായുടെ ഒരു ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? എന്തൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളാണ് ഇനിയുള്ള ഈ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ ഭാവി മുൻകൂട്ടി കാണുന്നത്? കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം വികസനത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു വൻമഴ പെയ്തുകൊണ്ടിരുന്നു. റോഡുകൾ, പാലങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ശുദ്ധജല പദ്ധതികൾ, കൂടംകുളം ലൈന്, ഗെയിൽ പൈപ്പ് ലൈന്, തുറമുഖങ്ങൾ, വിമാനത്താവളം, അങ്ങനെ വികസന വിസ്മയം നടന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടം തുടരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കും. അപ്പോൾ അതിന് ന്യായമായ പങ്ക് നമുക്ക് തിരുവല്ലയിൽ ലഭിച്ചിട്ടുണ്ട്. തിരുവല്ലയിൽ നിരവധി റോഡുകൾ, ആശുപത്രികൾ, പാലങ്ങൾ, 25ഓളം പാലങ്ങളാണ് ചെയ്തത്. അപ്പോൾ അതിന് ജനങ്ങൾ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പ്രതികരിക്കും. മെച്ചപ്പെട്ട തുക അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ കോവിഡ് കാലത്തും മഹാപ്രളയത്തിൻ്റെ കാലത്തും അവരെ ചേർത്ത് പിടിച്ചൊരു സർക്കാർ. അപ്പോൾ അവരുടെ അനുഭവങ്ങളാണ് വോട്ടായി മാറാൻ പോകുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി കാഴ്ചവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു വികസനത്തിൽ ഇപ്പം ഒത്തിരി പറഞ്ഞ പറയാൻ റോഡുകളെ, പാലങ്ങളെ, അതേപോലെ മല്ലപ്പള്ളിക്കാണെങ്കിൽ തന്നെ താലൂക്ക് കെട്ടിടങ്ങൾ പുതിയ പണിപ്പുരയിലാണല്ലോ. അപ്പം ഒത്തിരി വികസന പദ്ധതികൾ വരുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നമ്മുടെ തിരുവല്ലായ്ക്ക് ഇന്നൊരു സ്പോർട്സ് കേന്ദ്രം, ഒരു നല്ലൊരു സ്റ്റേഡിയം വന്നിട്ടില്ല. അതേപോലെ നമ്മുടെ ബൈപ്പാസിൻ്റെ നവീകരണം സാധ്യമായെങ്കിലും അത് പൂർണ്ണമായിട്ട് ട്രാഫിക് ഗതാഗതങ്ങൾ ഇപ്പോഴും കഴിയാൻ കഴിയുന്നില്ല എന്നൊക്കെ ഉള്ള ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് ഒന്ന് കാണുന്നത്? രാഷ്ട്രീയ എതിരാളികളുടെ വില കുറഞ്ഞ പ്രചരണമാണ്. തിരുവല്ല ടൗണിലെ ഗതാഗത കുരുക്ക് മാറി. തിരുവല്ല ടൗണിൽ ഒരു ബൈപ്പാസ് പണിയാണ്. UDFൻ്റെ ഗവൺമെൻറ് കാലത്ത് ഉണ്ടാക്കിയ അലൈൻമെൻറ്റാണ്. ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ MLA ആവുന്നതിന് മുമ്പുള്ളതാണ്. അന്നത്തെ MLA ഞാൻ സംസാരിച്ചിരുന്നതാണ്. തിരുവല്ല ടൗണിൽ ടൗൺ ഒഴിവാക്കിയ ഒരു ബൈപ്പാസ് പണിയണമെങ്കിൽ തിരുവല്ല കോളേജ് റോഡും തിരുവല്ല മല്ലപ്പള്ളി റോഡും പുഷ്പ റോഡും കട്ട് ചെയ്യാതെ ഒരു ബൈപ്പാസും പണിയാൻ കഴിയില്ല. അത് അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തിയതാണ്. അവൻ്റെ കാലത്ത് ചെയ്തതാണ്. UDF ആണ് അത് ചെയ്തത്. അത് പൂർത്തീകരിക്കുക മാത്രമാണ് നയങ്ങൾ ചെയ്തത്. അവർ പണിയാൻ തുടങ്ങി സ്ഥലം ഏറ്റെടുക്കലിന് വേണ്ടിയുള്ള വിജ്ഞാപനമൊക്കെ പുറപ്പെടുവിച്ച് സ്ഥലം പോലും ഏറ്റെടുത്തിരുന്നില്ല. LDF സർക്കാർ വന്നതിന് ശേഷമാണ് ഭൂമി ഏറ്റെടുത്ത് അതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റാതെ ഡിസൈനിൽ മാറ്റം വരുത്തി പണി പൂർത്തീകരിച്ചത്. അത് ടൗണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുക എന്ന ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു. ഈ വർഷം ഇലക്ഷൻ വർക്കിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു അനുഭവങ്ങൾ എങ്ങനെയാണ്? ജനങ്ങൾ നല്ല പ്രതികരണമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ അനുഭവങ്ങളാണ് പ്രതികരണങ്ങളായി മാറുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും, നല്ലൊരു വിജയം സർവശക്തൻ തരട്ടെ.